അഡ്വക്കേറ്റ് പ്രമോദിലേക്കാണ്. പ്രമോദ്, ഇപ്പോൾ ഇദ്ദേഹം മരിച്ചിട്ട് 2 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. അവിടെ ആത്മഹത്യാക്കുറിപ്പ് അവിടെ ഓടിയെത്തിയ കോൺഗ്രസ്സുകാർ തന്നെ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് CPMന്റെ ആരോപണം. ആ ആത്മഹത്യാക്കുറിപ്പ് എവിടെയെന്ന് CPM ചോദിക്കുന്നുണ്ട്. ഇതിൽ വളരെ സ്വാഭാവികമായ ഒരു ചോദ്യമല്ലേ അത്? ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണ്, ആ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ ഓടിക്കൂടിയ ആളുകളെ, ആദ്യമായി ഈ ഡെഡ് ബോഡി കാണുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷം കഴിച്ച് കിടക്കുന്ന അവസ്ഥയിൽ കണ്ട 2 പേരെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയ ആളുകൾ, അവരെയൊന്നും ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ടോ? അതില് വളരെ കൃത്യമല്ലേ. ഈ ഒരു ADMന്റെ മരണം നമ്മൾ കണ്ടു. അദ്ദേഹം മരിച്ചപ്പോഴും ഇതേ നാടകം. അതായത് ആ കയറി ചെല്ലുന്നു, ആരും അറിയുന്നില്ല, എല്ലാം ധൃതി പിടിച്ച് ചെയ്യുന്നു. അതില് ആരാണ് ഇതില് കുറ്റക്കാരെന്നുള്ളതില് LDFനെതിരെയാണ് അലിഗേഷൻ. ഇവിടെ വരുമ്പോ കോൺഗ്രസിനെതിരെയാണ് അലിഗേഷൻ. ഇവര് തമ്മിൽ കുറച്ചു നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയായിട്ടുള്ള സർക്കസ് ആണോ എന്നുള്ളത് ജനങ്ങൾക്കറിയുള്ളൂ. ഞാൻ ഇതിലൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഒരൊറ്റ ചോദ്യം. ഈ പറയുന്ന MLAക്കെതിരെ പരാതി ഉള്ളത് കൊണ്ടല്ലേ KPCC ഒരു കമ്മിറ്റി വെച്ചത്? സാധാരണഗതിയില് ഒരു ജില്ലാ കമ്മിറ്റി അല്ല, ഒരു മിനിറ്റ് അല്ല വക്കീലെ, ഒരു മിനിറ്റ്. ഒരു ജില്ലയിൽ ഒരു പരാതി കിട്ടി. ആ പരാതി KPCC പ്രസിഡന്റിനും കിട്ടുന്നു. അത് KPCC എൻക്വയറി കമ്മിറ്റി വെച്ചെന്നാണല്ലോ ഇതുവരെ വക്കീൽ പറഞ്ഞിരുന്നേ. ആണെങ്കിൽ അത് ഇവിടുത്തെ MLAയുടെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഒരു മിനിറ്റ് വക്കീലെ, ധൃതി പിടിക്കല്ലേ, ബി പേഷ്യന്റ്. സാധാരണഗതിയിൽ ഒരു ജില്ലയിലെ മെമ്പർമാര് തമ്മിലുള്ള തർക്കമാണെങ്കിൽ അത് ജില്ലയിലെ DCC തീരുമാനം എടുക്കും, കമ്മിറ്റി DCC വെക്കും. എന്തിനാണ് പിന്നെ KPCC വെച്ചത്? ഇതിലെ ഇൻവോൾവ്മെന്റ് ഒക്കെ എല്ലാവരുടെയും ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ നീലിമ മാഡം ചോദിച്ച പോലെ ഒരു ചോദ്യമുണ്ട്. ഈ ബാലകൃഷ്ണൻ സാർ ഇത്ര നാൾ എവിടെയായിരുന്നു? അദ്ദേഹത്തിന് ആദ്യമേ ഇപ്പൊ ഈ കത്തൊക്കെ പുറത്തു വന്നപ്പോ പിടിച്ചു നിൽക്കാൻ നിവർത്തിയില്ല. ADM നവീന്റെ ഇത് വന്നപ്പോ ഒരു കത്ത് വന്നില്ലേ, അതുപോലെ വന്നതാ. അപ്പൊ മത്സരങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവേ. ഇതൊക്കെ കുറ്റകൃത്യത്തിൽ പങ്കാളിയായവർ രക്ഷപ്പെടാൻ വേണ്ടി ഓരോന്ന് തയ്യാറാക്കും. ഇത് തയ്യാറാക്കി വരുമ്പോ പാടും. നമ്മൾ വക്കീൽമാരെങ്കിലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇതിൽ വ്യക്തമാണ് ഇതിനു മുമ്പും ഇദ്ദേഹത്തിനെതിരെ പരാതി. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ ട്രഷററെ കുറിച്ച് അദ്ദേഹം 2 ടേമോ മറ്റേ ട്രഷററായിട്ട് ഇരുന്ന ആളാണെന്നാണ് പറയണേ. അപ്പൊ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയത് വയനാട്ടിലുള്ളവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഒരു പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന ഒരാള്, പ്രത്യേകിച്ച് IC ബാലകൃഷ്ണനെ പോലെയുള്ള ഇത്രയും സീനിയർ ആളുകളൊക്കെ പറയുമ്പോൾ അദ്ദേഹം അത് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാവും. തിരിച്ച് പണം കൊടുക്കാതെ ആകുമ്പോൾ ആളുകൾ ചെല്ലുന്ന അദ്ദേഹത്തിന്റെ അടുത്താണ്. അദ്ദേഹത്തിന് ഉത്തരമില്ല. നാച്ചുറലി അദ്ദേഹം ഈ പറഞ്ഞ പോലെ ADM നവീന്റെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഇപ്പൊ അതിലും കാണുമായിരിക്കും. പിന്നെ ഇതില് CBI അന്വേഷണം ഇതൊക്കെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴല്ലേ വരുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ കോൺഗ്രസ്സുകാരെന്നെ പറഞ്ഞല്ലോ, പെരിയ കേസ് തീർക്കാൻ 1,30,00,000 രൂപ ചെലവാക്കിയതാണ്. അത് വരാതിരിക്കാൻ CBI. അപ്പൊ നിങ്ങൾ ഈ CBI ഇപ്പൊ പറഞ്ഞ പോലെ എതിർക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ മരിച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഒരു സോളിഡ് ആയിട്ടൊരു അന്വേഷണം, പോലീസ് അന്വേഷണമെങ്കിലും വേണം എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട്? ചെയ്തില്ല. ഇവിടെ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത്, വക്കീല് പറഞ്ഞു ഇപ്പോ ഇതില് KPCC മുമ്പാകെ ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ KPCCയിൽ ഒരു പരാതി ഉണ്ടല്ലോ, എന്തുകൊണ്ട് KPCCയുടെ തലപ്പത്തിരിക്കുന്നവർ മിണ്ടുന്നില്ല? ഒരു ജില്ലാ ട്രഷറർ അത്ര ചെറിയ പോസ്റ്റാണോ? ഒരു ചെറിയ ഭാരവാഹിയാണോ? അദ്ദേഹം ഈ പാർട്ടിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും അദ്ദേഹം ഇതിനെടുത്ത എഫേർട്ടും അതെങ്കിലും ഒരു മാനുഷിക പരിഗണന എടുത്ത് നിങ്ങളല്ലേ ആദ്യം വന്ന് പറയേണ്ടത്? ഈ ഒരു മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്, അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ്. ഇനി നമ്മൾ വക്കീൽമാർക്കറിയാലോ,
ഇഫ് ദർ ഇസ് എ ചാൻസ് ദാറ്റ് എ ക്രൈം ഇസ് ബീൻ കമ്മിറ്റഡ് എന്ന് നമുക്ക് തോന്നിയാൽ ഏതൊരു ഇന്ത്യൻ സിറ്റിസനും സമീപിക്കാം പോലീസിനെ. എന്താ അത് അപ്പൊ ഇല്ല എന്നുണ്ടോ വക്കീലെ? ഇതിലെ ക്രൈമില് ഈ എഫക്റ്റഡ് പാർട്ടിയോ അവരുടെ വീട്ടുകാരോ വേണമെന്നില്ല. എസ്പെഷ്യലി ഇങ്ങനെ മരണങ്ങളും ഇതൊക്കെ നിങ്ങൾക്കറിയാലോ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന്. ഇനി അദ്ദേഹം പൈസ മേടിച്ചതാണെങ്കിൽ ഞാൻ ഇനി അങ്ങനെ എടുക്കും, മരിച്ചു പോയാളെ പറയാൻ പാടില്ല. ഇനി അദ്ദേഹമാണ് പൈസ മേടിച്ചെന്ന് വെക്കുക, നിങ്ങൾ ഇത്ര നാളെ എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുക്കാതെ മിണ്ടാണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ആളുകളെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മൾ വക്കീൽമാരാകുമ്പോൾ കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് ചിന്തിക്കുക. ഞാൻ ചോദിക്കുന്ന വക്കീൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഈ പറയുന്ന MLA-ക്കെതിരെ അലിഗേഷൻ ഒരു കൂട്ടർ പറയുന്നു, വേറൊരു കൂട്ടർ ഈ മരണത്തിലെ ദുരൂഹത പറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ MLA-ക്ക് അല്ലെങ്കിൽ വയനാട് DCC-യോ അല്ലെങ്കിൽ കേരളത്തിന്റെ KPCC-ക്കോ ഇതൊരു അന്വേഷണം നടത്തി തെളിയിക്കണം എന്ന് പറഞ്ഞു വരാൻ പറ്റുന്നത്? പിന്നെ BJP-യുടെ പ്രതിനിധി പറഞ്ഞ പോലെ രാജിവെക്കുമെന്നുള്ള ഇതൊക്കെ പഴയ കാലത്താണ്. നേതാക്കന്മാർ അവരുടെ ക്വാളിറ്റി തെളിയിക്കാൻ വേണ്ടി അത് രാജിവെച്ച് അത് ശുദ്ധി വരുത്തി തിരിച്ചു വരണ്ടേ. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഏത് പാർട്ടിയിലും രാജി ആവശ്യപ്പെടാം. അത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ആളുകൾക്ക് അധികാരമുണ്ട്, അത് ചെയ്തോട്ടെ. പക്ഷെ അതൊന്നും നടക്കുന്ന സംഭവമല്ല. നമ്മൾ ഓരോ മരണങ്ങളും നമ്മൾ കാണുകയാണ്. കട്ടപ്പനയിൽ മരണം കണ്ടു, അവിടെയും കാണുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഭീഷണി പരസ്യമായിട്ട്. ഒരു നടപടി പോലും എന്താ ചെയ്യേണ്ട? അദ്ദേഹത്തിന്റെ വോയിസ് അല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പോലീസിൽ പരാതി കൊടുക്കണം. എന്റെ വോയിസ് മോർഫ് ചെയ്തിട്ടാണെന്ന് ഒരു നടപടി അവിടെ എടുത്തില്ല. നിങ്ങൾ എടുക്കൂ. തൃശ്ശൂർ എന്താ ചെയ്തേക്കണേ? ഇവിടെ നടന്ന സംഭവങ്ങളിൽ എന്താ നടക്കുന്നത്? ഏതൊരാളെയാണ്? പിന്നെ ബൽദേവ് സാർ പറഞ്ഞൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോട്ടെ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, ഡയറക്ടർ ബോർഡിലെ ആളുകളെ അറസ്റ്റ് ചെയ്തു. എന്റെ ചോദ്യം, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോ എന്തുകൊണ്ട് സതീഷിനെയും അരവിന്ദാഷിനെയും അറസ്റ്റ് ചെയ്തില്ല? അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വത്ത് കണ്ടുകെട്ടിയല്ലേ സതീഷിന്റെ അല്ലേ ഏറ്റവും കൂടുതൽ? എന്തുകൊണ്ട് അത് ചെയ്തില്ല ക്രൈംബ്രാഞ്ച്? കാരണം അതും ഇതുപോലെ വലിയ വലിയ ആളുകളുടെ വലം കൈകളാണ് അവര്. സാധാരണ ജനങ്ങളുടെ പണമാണ് പോകുന്നത്. ഇപ്പോ ബൽദേവ് സാർ ഒരു കാര്യം പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം. അതായത് ഒരു 300 ചില്ലറയാണ് ഉള്ളത്. സത്യസന്ധമായി നടക്കുന്ന ആളുകളുണ്ട്, ഇല്ലാതെ സൊസൈറ്റി ഇല്ലാതൊന്നും എനിക്കൊരു ഇതില്ല. പക്ഷെ ജനങ്ങളുടെ നഷ്ടം. കുട്ടനെല്ലൂർ ബാങ്ക്, തൃശ്ശൂര്, ഞാൻ ആദ്യം മുതലേ ഡിബേറ്റിൽ പറയുന്ന മിണ്ടാതിരുന്നു. ഇപ്പൊ എന്താ ഉണ്ടായത്? അവിടുത്തെ പ്രസിഡന്റ്, പാർട്ടി മെമ്പറായ പ്രസിഡന്റ് റിക്സനെ പുറത്താക്കുന്നു. അടുത്ത സീനിയർ മോസ്റ്റ് ലീഡർ KP പൗളർ അയാളെ ഡീഗ്രേഡ് ചെയ്യുന്നുള്ളൂ, പുറത്താക്കുന്നില്ല. വേറൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറി ഡീഗ്രേഡ് ചെയ്തു, വർഗീസ് കണ്ടാമൂർത്തി. അറിയില്ലേ ഇതിൽ ചെയ്യുന്ന? ഇനി LDF പാർട്ടിയിലാണെങ്കിൽ കോൺഗ്രസിനെക്കാളും വ്യത്യസ്തമാണ്. ജില്ലാ കമ്മിറ്റിയിൽ ഒരു മോണിറ്റർ ചെയ്യാൻ ആളുണ്ട്, അവരറിയാത്തല്ലോ. ജനങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ജനങ്ങളുടെ പൈസ തട്ടിയെടുത്തു എന്ന് മനസ്സിലായാൽ അവരെ പാർട്ടിയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് സസ്പെൻഡ് ചെയ്യുന്നത്. അത്തരത്തിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.